ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളികളായ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിവാഹം കഴിച്ചിട്ട് പോയ ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നമ്മുടെ നാട്ടുകാരുണ്ട് അല്ലേ. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് തരത്തിലുള്ള പല തരത്തിലുള്ള നിയമപരമായിട്ടുള്ള സംശയങ്ങളുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പരിഹരിക്കാൻ കഴിയുമോ എന്ന് വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പല ആൾക്കാരും സിറ്റിസൺഷിപ്പ് വരെ എടുത്ത് അവിടെ താമസിക്കുന്ന ആൾക്കാരാണ്, സ്ഥിര താമസക്കാരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാവരുടെയും കുറേ ആൾക്കാരുടെ സംശയങ്ങളും പരാതികളും ഒക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതെങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ചാൽ എൻ്റെ വെബ്സൈറ്റ് advocate.anakha.com എന്ന വെബ്സൈറ്റ് വഴി ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ വെബ്സൈറ്റ് വഴി അവർ എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്, ബുക്ക് ചെയ്ത് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ ആൾക്കാരുമായിട്ട് ഇതേ രീതിയിലുള്ള കോൾസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, പല ആൾക്കാർക്കും നമ്മുടെ രാജ്യത്തെ നിയമവും മറ്റു രാജ്യത്തെ നിയമങ്ങളും രണ്ടും രണ്ടാണ്. അപ്പോൾ പല ആൾക്കാർക്കും ഇത് എന്താണ്, ഇത് എങ്ങനെയാണ്, നമുക്ക് ഈ നാട്ടിലൊരു കാര്യം നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് നാട്ടിൽ ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ ഈ നാട്ടിൽ എങ്ങനെയാണ്, ഈ രാജ്യത്ത് എങ്ങനെയാണ് അത് ചെയ്യാൻ കഴിയുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. ഇതാരെയാണ് ചുമതലപ്പെടുത്തേണ്ടത്, ഇത് അവിടെയുള്ള അറ്റോർണികൾ അല്ല അതേ കണക്കുള്ള അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും അതെങ്ങനെയാണ് ചുമതലപ്പെടുത്തേണ്ടത്, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നമ്മുടെ കൂടെയുള്ള ഒരുപാട് ആൾക്കാർക്കുണ്ട്, ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന. അതുപോലെ തന്നെ ഇന്ത്യക്ക് അകത്ത് താമസിക്കുന്ന, ഇന്ത്യയിലുള്ള ആൾക്കാർക്ക്, നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്കും അത് കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് അകത്ത് താമസിക്കുന്ന പല ആൾക്കാർക്കും എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്കും ഇതേപോലെയുള്ള ഫാമിലി പരമായ സംശയങ്ങളുണ്ട്, പ്രോപ്പർട്ടി പരമായിട്ടുണ്ട്. അതാണ് ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ കേസുകളിൽ അബദ്ധത്തിൽ ഉൾപ്പെട്ടു പോയ ആൾക്കാരുണ്ട്. അതേപോലെ ഡ്രഗ്സിനൊക്കെ ഇപ്പം നമ്മൾ തന്നെ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ട്, ആൾക്കാർ ചീറ്റ് ചെയ്ത് ഡ്രഗ്സിൻ്റെ കേസിൽ ഉൾപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അകപ്പെടുന്ന ആൾക്കാർക്ക് ഒരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ വഴി നിങ്ങൾക്ക് നിയമപരമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കാം, കമൻസ് ആയിട്ട് ചോദിക്കാം. അപ്പം ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ പറയും. കൂടുതൽ കമൻസുകൾ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലും ഫേസ്ബുക്കായാലും യൂട്യൂബ് വഴിയായാലും കമൻസുകൾ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അതനുസരിച്ച് വീഡിയോസ് ഇടാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്നോട് നേരിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ advocate.anakha.com എന്ന എൻ്റെ വെബ്സൈറ്റ് കയറി ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്യുമ്പോൾ നിശ്ചിത ഒരു ഫീസ് ഉണ്ട്. അതിപ്പോൾ എനിക്ക് പറയാതെ വയ്യ, നമ്മളെല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതനുസരിച്ച് ഫീസ് ഒക്കെ കൊടുക്കാൻ കഴിയുന്ന ആൾക്കാരാണെങ്കിൽ അതുവഴി എന്നെ കോൺടാക്ട് ചെയ്യുക. എന്നെ ഡയറക്റ്റ് ഞാനുമായിട്ട് സംവദിക്കാവുന്നതാണ്. കാര്യങ്ങൾ ചോദിക്കാം, കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ജേർണി, എൻ്റെ ഒരു അഡ്വക്കേറ്റ് ജേർണി 11ാമത്തെ വർഷമാണ്. ഈ ജേർണിക്കുള്ളിൽ എനിക്കുണ്ടായ കുറേ നിയമപരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ കോർട്ട് റൂമിൽ ഉണ്ടായിട്ടുള്ള രസകരമായ സ്റ്റോറികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതും കൂടി എൻ്റെ ഒരു ഉദ്ദേശമാണ്. അതുവഴി നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും. നിയമപരമായിട്ടുള്ള കുറച്ച് അവലോകനമെങ്കിലും, നിയമം ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല. എനിക്ക് നിയമം അല്ലാത്ത പല കാര്യങ്ങളും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ഓരോ ദിവസവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉള്ള അറിവുകൾ എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പെർസെൻറ്റേജെങ്കിലും കിട്ടിയാൽ എനിക്ക് സന്തോഷമായി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ കൂടി ഷെയർ ചെയ്യാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക. അപ്പം നിങ്ങൾക്ക് എന്താണോ സംശയം ആ രീതിയിലുള്ള കമൻസ് നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഈ അടുത്തിടെയായിട്ട് എന്നെ ഓസ്ട്രേലിയയിൽ നിന്നും ഒരു പാർട്ടി വിളിച്ചു. ഒരു പെൺകുട്ടിയുടെ കേസിന് വേണ്ടിയിട്ടാണ്, നാട്ടിൽ നിന്നാണ് വിളിച്ചത്. അവരുടെ റിലേറ്റീവാണ്, ആ കുട്ടിയുടെ റിലേറ്റീവാണ് വിളിച്ചത്. അപ്പോൾ ഓസ്ട്രേലിയയിലാണ് ഇപ്പോൾ പെൺകുട്ടി താമസിക്കുന്നത്. ഒരു കുട്ടിയുണ്ട്, 2 വയസ്സുണ്ട്. ഓൾറെഡി അവർ ഹസ്ബൻഡുമായിട്ട് ഡിവോഴ്സ് ആയി കഴിഞ്ഞു, സെപ്പറേറ്റഡ് ആണ്. അപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന ഓർണമെൻറ്റ്സ് കുറച്ച് 50 above ഓർണമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഈ ഓർണമെൻറ്റ്സ് തിരിച്ചു കിട്ടാനും അവരുടെ കുറച്ച് പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ ഒക്കെ തിരിച്ചു കിട്ടാൻ വേണ്ടി എന്താണ് മാഡം ചെയ്യേണ്ടത് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാനിപ്പം ഇത് തന്നെ ഈ സ്റ്റോറി തന്നെ ഞാൻ ആദ്യം പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് ആൾക്കാർ ഇന്ത്യക്ക് വെളിയിലായാലും ഒരുപാട് ആൾക്കാർ ഇപ്പം എല്ലാം യൂട്യൂബ് വഴിയാണ് ആൾക്കാർ നോക്കുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ യൂട്യൂബിൽ കൂടിയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ, കാരണം ഇന്ത്യക്ക് വെളിയിലുള്ള ഒരുപാട് ആൾക്കാർക്ക് നിയമപരമായിട്ടുള്ള പല കാര്യങ്ങൾക്കും അറിയില്ല. കാരണം അവർക്ക് എന്താണ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരുപാട് നിയമ സംഹിതകളൊക്കെ മാറി തുടങ്ങി. ഇന്ത്യയിൽ തന്നെ BNS ആയി, നമ്മുടെ IPC ക്രിമിനൽ ലോസ്, IPC CRPC
അതേപോലെ എവിഡൻസ് ആക്റ്റൊക്കെ പേരൊക്കെ മാറി നമ്പേഴ്സിൽ ചേഞ്ച് ആയിട്ടുണ്ട്, കുറച്ച് അമെൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അത് പിന്നീട് ഒരിക്കലും നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നിട്ട് അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ഈ പുറത്തുള്ള ആൾക്കാർക്ക്. അപ്പോൾ ആ പുറത്തുള്ള ആൾക്കാരുടെ ആ സംശയങ്ങൾ ഇപ്പം ഞാൻ പറയുന്നത് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു പ്രശ്നമാണ്. ഓസ്ട്രേലിയയിൽ സംഭവിച്ച ഒരു പ്രശ്നത്തിനെ കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി വിവാഹം കഴിഞ്ഞു, 2-3 വർഷമായി ഹസ്ബൻഡിൻ്റെ കൂടെ അവിടെ പോയതാണ്. അവിടെ പോയിട്ട് അവിടെ തന്നെ സിറ്റിസൺഷിപ്പ് കിട്ടി. അപ്പം അവിടുത്തെ സിറ്റിസൺഷിപ്പാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് മാറി ആ കുട്ടിക്ക് ഇപ്പോൾ ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പാണ് ഉള്ളത്. അപ്പോൾ ഈ കുട്ടിയുടെ കല്യാണമൊക്കെ നടന്നത് ഇവിടെയാണ്. അപ്പോൾ കല്യാണം നടന്നത് ഇവിടെ ആയതുകൊണ്ട് തന്നെ പക്ഷേ ഓൾറെഡി ഡിവോഴ്സ്ഡ് ആയി. അപ്പോൾ അവിടെ തന്നെ താമസിക്കുകയാണ്. കുഞ്ഞായതുകൊണ്ട് ജോലിക്കൊന്നും പോകാൻ കഴിയുന്നില്ല. അപ്പോൾ ഇവരുടെ പൈസയും ഇവരുടെ ഗോൾഡും തിരിച്ചു കിട്ടാൻ വേണ്ടി അവിടെ ഇവർ ലീഗൽ എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് കൊടുത്തു. ലീഗൽ എയ്ഡിൽ ചെന്നിട്ട് ഒരു കേസ് കൊടുത്തപ്പോൾ ലീഗൽ എയ്ഡിൽ നിന്ന് ഓസ്ട്രേലിയൻ നിയമവ്യവസ്ഥ അനുസരിച്ച് ലീഗൽ എയ്ഡിൽ നിന്ന് ഈ വ്യക്തിയുടെ ഇൻകത്തിന്റെ മുഴുവൻ, കാരണം അയാളുടെ ആസ്തി, അയാൾക്ക് എത്ര സ്വത്തുക്കളുണ്ട്, ഇതെല്ലാം അവിടെ ധരിപ്പിക്കണം, അവിടെ അറിയിക്കണം, ആ ഡോക്യുമെന്റ്സ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പം അത് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാഞ്ഞത് കൊണ്ട് ഇപ്പം നമ്മുടെ ഇവിടെയാണെങ്കിൽ അങ്ങനെ ഇൻകത്തിന്റെ ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സമയം ചെയ്യാം. പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തില്ല എങ്കിൽ നിർബന്ധമായി കമ്പൽസറി ആയിട്ട് അങ്ങനെ ചെയ്യിക്കാൻ ലീഗൽ എയ്ഡിന് കഴിയാതെ പോയി. കാരണം ലീഗൽ എയ്ഡ് എന്ന് പറയുന്നത് നമ്മൾ സഹായിക്കാൻ വേണ്ടി, നിയമപരമായിട്ടുള്ള സഹായിക്കാൻ വേണ്ടി സർക്കാർ തലത്തിൽ ഓരോ രാജ്യത്തിൻ്റെയും ഗവൺമെന്റ് തലത്തിൽ വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഒരു പരിമിതിയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇയാൾ കൊണ്ടുവരാൻ ലേറ്റ് ആവും തോറും ഇത്ര പരിമിതി, ഇത്ര ഡ്യൂറേഷനുണ്ട്, ഇത്രയും കാലയളവിനുള്ളിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഈ കേസ് ഞങ്ങൾക്കിനി കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കോടതി റിപ്പോർട്ട് കൊടുത്തു. അങ്ങനെ ആ കേസ് അവിടെ സ്റ്റോപ്പായി. അപ്പോൾ പിന്നീട് അതിനുശേഷം ഞാൻ പറഞ്ഞു അതൊരു പ്രൈവറ്റ് സൂട്ട്, അവർ അങ്ങനെ ഒരു പറഞ്ഞപ്പോൾ തന്നെ ഒരു പ്രൈവറ്റ് സൂട്ട് അവർ ഓൾറെഡി ഫയൽ ചെയ്തിട്ടുണ്ട് അവിടെ തന്നെ. പക്ഷെ അതുകൊണ്ട് വലിയ കാര്യമില്ല. അപ്പം ഞാനിത് പറഞ്ഞു വരുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഈ കുട്ടിക്ക് പാരൻസ് ഇല്ല, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് ഇവിടെ കാര്യമായി കറക്റ്റായിട്ട് ചെയ്യാൻ ഒരു പാരൻസോ കാര്യങ്ങളോ ഇല്ല. പാരൻസും മരിച്ചുപോയ കുട്ടിയാണ്. അപ്പോൾ ഇവിടെ അതിനൊരു അങ്കിളുണ്ട്. അങ്കിളാണ് അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അങ്കിളിന് ഒരു പവർ ഓഫ് അറ്റോർണി കൊടുത്തിട്ട്, ഒരു കൺസെൻറ്റ് കൊടുത്തിട്ട് എൻ്റെ കേസുകൾ എനിക്കിപ്പോൾ വരാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ്. 2 വയസ്സുള്ള കുഞ്ഞാണ്. കുഞ്ഞിനെ വെച്ചിട്ട് ഈ കുട്ടിക്ക് എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, ജോലിക്കും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇയാളൊട്ട് ചിലവിനൊന്നും കൊടുക്കുന്നില്ല, ഒരു കാശോ ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെയാണ് അത് താമസിക്കുന്നത്. സിറ്റിസൺഷിപ്പ് അവിടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് എഞ്ചിനീയറാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് ജോലി ചെയ്യുന്ന കുട്ടിയായിരുന്നു. അപ്പോൾ കുഞ്ഞ് വാവയായതുകൊണ്ട് അതിനെ നോക്കാനായിട്ട് വേറൊരാളില്ലാത്തത് കൊണ്ടും അതിന് പോകാൻ പറ്റുന്നില്ല. അതാണ് അതിൻ്റെ സിറ്റുവേഷൻ. അപ്പം അങ്ങനെ നാട്ടിൽ ഈ ഒരു പവർ ഓഫ് അറ്റോർണി ഒരാളിനെ വെച്ചിട്ട് ഒരു കൺസെന്റ് കൊടുത്തിട്ടും ആ ഒരു വക്കാലത്തും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും അത് താമസിക്കുന്ന വീട്, അതിന്റെ കല്യാണം നടന്നത് ഇവിടെയാണ്. അപ്പോൾ ഏതൊരു വ്യക്തിയായാലും അങ്ങനെ ചെയ്യുക. കല്യാണം എവിടെയാണ് മാരേജ് നടന്നത്, ആ മാരേജ് നടന്ന സ്ഥലത്ത് അവരുടെ വീടിനടുത്തുള്ള ജൂറിസ്ഡിക്ഷൻ, അതായത് കോടതിയിൽ, ഒരു ഫാമിലി കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുക. അഡ്വക്കേറ്റ് വഴി ഒരു കേസ് ഫയൽ ചെയ്യുക. നമ്മുടെ കൊടുത്തിരിക്കുന്ന ഓർണമെന്റ്സും സാധനങ്ങളും റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അറ്റാച്ച്മെന്റ് ചെയ്തിടുക. കാരണം അദ്ദേഹത്തിന്റെ സ്വത്തുവകകളിലോ അദ്ദേഹത്തിന്റെ പാരൻസിന്റെ സ്വത്തുവകകളിലോ ഉണ്ടെങ്കിൽ ആ പാരൻസിന്റെ സ്വത്തുവകകളിലും നമ്മളുടെ കല്യാണം കഴിച്ചതിന്റെ രേഖകൾ, ഡോക്യുമെന്റ്സും ഫോട്ടോഗ്രാഫും ഇതെല്ലാം ഹാജരാക്കിക്കൊണ്ട് കോടതിയിൽ നിന്ന് ഒരു അറ്റാച്ച്മെന്റ് വാങ്ങിക്കുക. അവരുടെ സ്വത്തുവകകളിന്മേൽ ഒരു അറ്റാച്ച്മെന്റ് വാങ്ങിച്ചിട്ട് കേസ് നടത്തുക. അപ്പോൾ കേസ് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ഓർണമെന്റ്സ്, നമ്മൾ കൊടുത്തിരിക്കുന്ന ഓർണമെന്റ്സും നമ്മൾക്ക് സ്വത്തുവകകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും ഒരു ഗോൾഡിന്റെ ബില്ലും ഒക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ ഹാജരാക്കുക. ചിലപ്പം ബില്ലൊന്നും ഉണ്ടാവില്ല. ബില്ലില്ലെങ്കിലും കുഴപ്പമില്ല. ആ ഫോട്ടോയും അവരെങ്ങനെയാണ് അവരുടെ ആ ഒരു ഇൻകം സോഴ്സും അതെല്ലാം ഒന്ന് കാണിച്ചാൽ മതി. അപ്പോൾ അറ്റാച്ച് ചെയ്തിരുന്നതിന് ഇതൊന്നും വേണ്ട. നമുക്ക് ഓൾറെഡി ഫാമിലി കോടതിയിൽ ഒരുപാട് കാശൊന്നും ചിലവാതെ അഡ്വക്കേറ്റ് ഫീസും ഫയലിംഗ് ഫീസും ഒക്കെ മാത്രം മതി. അത് വെച്ച് തന്നെ അറ്റാച്ച്മെന്റ് വാങ്ങിക്കാം. അവരുടെ പാരൻസിന്റെ, ഭർത്താവിന്റെ പാരൻസിന്റെ പേരിലാണെങ്കിലും സ്വത്തുവകകൾ അറ്റാച്ച്മെന്റ് വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്തുവകകൾ റിക്കവർ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനൊന്നും പാനിക് ആവേണ്ട കാര്യമില്ല. ഏതൊരു നാട്ടിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു നിയമവ്യവസ്ഥയുണ്ട്. ആ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ വെച്ചാണ് നിങ്ങളുടെ ഫാമിലി പരമായിട്ടുള്ള കാര്യങ്ങൾ, വിവാഹത്തിന്റെ കാര്യമാണെങ്കിൽ
വിവാഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഫാമിലി കോടതിയിൽ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവും. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള നിയമത്തിനും ഇവിടെ പരിഹാരമുണ്ട്. അപ്പോൾ എല്ലാവരും സന്തോഷവും സമാധാനമായിട്ടിരിക്കുക. നിയമപരമായിട്ടുള്ള എന്ത് കാര്യത്തിനും ഇവിടെ അനഘ അസോസിയേറ്റ്സ് ആൻഡ് അഡ്വക്കേറ്റ് അനഘ ഇവിടെയുണ്ട്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിക്കുക, അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ഒരു എക്സ്പീരിയൻസും അടുത്ത ഒരു ക്വസ്റ്റ്യനുമായിട്ട് വരാം. ഓക്കെ, ബൈ.